ഡോക്ടർക്ക് പറയാലോ. ഇപ്പം ഏറ്റവും കൂടുതൽ ന്യൂ ജനറേഷൻസ് അല്ല കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഡിസ്മെനോറി അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉടനെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യും. എന്നിട്ട് അവർ തന്നെ സ്വയം മെഡിസിൻസ് ഗൂഗിൾസ് പറയുന്ന മെഡിസിൻസ് ആയിരിക്കും കൂടുതൽ അവർ യൂസ് ചെയ്യുക. അപ്പം അതിനെപ്പറ്റി ഡോക്ടർക്ക് എന്താ അഭിപ്രായം പറയാം? ഈ പറയുന്ന പോലെ ടീനേജേഴ്സ് ആയാലും അവർ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഡിസ്മെനോറിയ കണ്ടീഷൻ നോക്കിയിട്ട് അവർ അതിന് വാട്ട് ഈസ് ദ മെഡിസിൻ ഫോർ ഡിസ്മെനോറിയ, പെയിൻഫുൾ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് കഴിക്കും. ബട്ട് ദേ ആർ നോട്ട് ട്രീറ്റിംഗ് ദ റൂട്ട് കോസ് ഓഫ് ഇറ്റ്. ഇപ്പോൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നത് അതിന് കുറേ കോസസ് ഉണ്ട്. അപ്പോൾ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള എയിം. സോ അത് ക്യൂർ ചെയ്യാൻ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പോയിട്ട് ജസ്റ്റ് പെയിൻ ആൻറ്റി സ്പാസ്മോട്ടിക് ഡ്രഗ്സ് മാത്രം കഴിക്കാണ്ട് അതിൻ്റെ എന്താ മെയിൻ കോസ് അത് കണ്ടിട്ട് ക്യൂർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ലേഡി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് മെയിൻ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ക്യൂർ ചെയ്തിട്ട് എടുക്കും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ലേഡി ഡോക്ടറായിട്ട് ഓൺലൈനായിട്ട് എപ്പോഴും ലേഡി ഡോക്ടറിൻ്റെ സൗകര്യം അവൈലബിൾ ആയിരിക്കും അവർക്ക്? 24 hours നമുക്ക് അവൈലബിലിറ്റി ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ആയിട്ടെല്ലാം കൺസൾട്ട് ചെയ്യാം. ഇൻ കേസ് ഡോക്ടർ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ അവർ എപ്പോഴാണ് അതിൻ്റെ ഏറ്റന്മാരെ അവർ തിരിച്ച് റിപ്ലൈ ചെയ്യും അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യും. ടൗണിലുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ലേഡി ഡോക്ടേഴ്സിനെ പറ്റി കൂടുതൽ അറിയാനുള്ള രീതികൾ കൂടും. പക്ഷേ ഗ്രാമപ്രദേശങ്ങളായിട്ട് വരുമ്പോൾ നാട്ടിൻപുറം അവിടെയുള്ളവർക്ക് ഈ ലേഡി ഡോക്ടർ എന്താണ്, അവരുടെ സംരംഭം സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള രോഗങ്ങളെ പറ്റി അവർക്ക് കൂടുതൽ അങ്ങനെ അറിഞ്ഞു വരുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ലേഡി ഡോക്ടർക്ക് കൂടുതൽ അവരെ ബോധവൽക്കരണം ചെയ്യാനായിട്ടുള്ള രീതിയിൽ എന്ത് കൂടുതൽ ചെയ്യാൻ പറ്റുമോ അവർക്ക്? ഓക്കെ, ലേഡി ഡോക്ടർ ക്ലിനിക്സ് നമ്മളിപ്പോൾ ത്രൂ ഔട്ട് ഇന്ത്യയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ലേഡി ഡോക്ടേഴ്സ് ആ ഇരിക്കുന്ന ഡോക്ടേഴ്സ് വന്നിട്ട് അടുത്തുള്ള അംഗൻവാടി അതുപോലെ തന്നെ അടുത്തുള്ള പ്രൈവറ്റ് സ്കൂൾസിൽ പോയിട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ അത് ത്രൂ തന്നെ അഡ്വർടൈസും ചെയ്യുന്നുണ്ട് ദാറ്റ് ലേഡി ഡോക്ടേഴ്സ് ക്ലിനിക്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ലേഡി ഡോക്ടറിന് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വന്ന് കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ ഇരിക്കാൻ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഗവൺമെൻറ് സ്കൂൾസിലായാലും കോളേജസിലായാലും അടുത്തുള്ള എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാർ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സോ അത് ത്രൂ നമ്മൾ അങ്ങനെയായിട്ട് അവർക്ക് ക്ലിനിക്സ് ഉണ്ടെന്നും അറിയാം. അപ്പോൾ അവിടെ അവർക്ക് പ്രോബ്ലംസ് ഡിസ്കസും ചെയ്യാം.